ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കണ്ടോ, ഒറിജിൻ ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഉണ്ട്, അതുപോലെ അവൈലബിലിറ്റി, റിക്വയർമെൻറ്റ്. ഈ 4 കാര്യങ്ങളുടെ ബേസിലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ O1 ഉണ്ട്, ഒറിജിൻ O2 ഉണ്ട്, എക്സെട്ര അപ് ടു OM വരെയുള്ള ഒറിജിൻസ് ഉണ്ട്. അതുപോലെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, D1, D2 എക്സെട്ര അപ് ടു DN. ഓക്കെ, ഇവിടെയുള്ള അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്ലൈ ആണ്. ഓക്കെ, എത്ര പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ്, എത്ര പ്രോഡക്ട്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഡിമാൻഡ് വന്നപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഒറിജിനിൽ പ്രൊഡക്ഷൻ വേണം അല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്. ഡിമാൻഡ് എത്രയാണോ, ഇപ്പോൾ ഒരു 5 യൂണിറ്റ്സിൻ്റെ ഡിമാൻഡാണ് വന്നതെങ്കിൽ ഇവിടെ അവൈലബിൾ ആണോ നോക്കുക, നമ്മുടെ ഒറിജിനൽ അവൈലബിൾ എത്രയാണ് നോക്കുക. മേ ബി ഇപ്പോൾ 3 ആയിരിക്കും അവൈലബിൾ. ആ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ എന്ത് ചെയ്യും, ആവശ്യമുള്ള ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം, റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് വരും. 5 പ്രോഡക്ട്സിൻ്റെ ഡിമാൻഡ് വന്നു. ഓക്കെ, ആ ഡിമാൻഡ് അനുസരിച്ച് ഒറിജിൻ 1ൽ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അവിടെ എത്ര പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്നുള്ളത്. മേ ബി ഇപ്പോൾ 3 ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പോൾ ആ 3 അവൈലബിൾ ആയിട്ടുള്ളതിനെ ഡിമാൻഡ് വന്ന ഏത് ഡെസ്റ്റിനേഷനിലാണോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു കോസ്റ്റ് ഇൻക്രീ ചെയ്യും. ഓക്കെ, ഒറിജിൻ 1ൽ നിന്നും ഡെസ്റ്റിനേഷൻ 2ലേക്ക് പ്രോഡക്ട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്രീ ചെയ്തു. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഉള്ളതെല്ലാം സിംഗിൾ ഹോമോജീനിയസ് കമ്മോഡിറ്റി ആയിരിക്കും. ഇതിന് സെവറൽ ഒറിജിൻസ്, പല ഒറിജിൻസ് കാണും. ഈ പല ഒറിജിൻസിൽ നിന്നും പല ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോസ്റ്റ് ഇൻക്രീ ചെയ്യും. ആ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്. ഇനി ഏതൊക്കെ കേസസിലാണ് നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? കോസ്റ്റ് മിനിമൈസ് ചെയ്യേണ്ട പ്രോബ്ലത്തിൽ ടൈം മിനിമൈസിങ് പ്രോബ്ലംസ്, ഡിസ്റ്റൻസ് മിനിമൈസിങ് പ്രോബ്ലംസ്, പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലൊക്കെയാണ് നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഓർ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിൻ്റെ ബേസിലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. തന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ 4 സൈഡ്സിൽ നമുക്ക് മാർക്കിങ്സ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സോഴ്സ്, ടോപ്പ് പോർഷനിലെ ഡെസ്റ്റിനേഷൻ, റൈറ്റ് സൈഡിലെ സപ്ലൈ ആൻഡ് ബോട്ടം പാർട്ടിൽ ഡിമാൻഡാണ്. സോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒറിജിൻസ് ആണ്, ഒറിജിൻ 1, ഒറിജിൻ 2, ഒറിജിൻ 3 ആൻഡ് ഒറിജിൻ 4. അതുപോലെ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, D1, D2, D3 ആൻഡ് D4 ആണ്. ഓക്കെ, അപ്പോൾ ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളൊരു പ്രോഡക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന കോസ്റ്റാണ് ഈ C11 എന്ന് പറയുന്നത്. ഇതെല്ലാം യൂണിറ്റ് കോസ്റ്റാണ്. അപ്പോൾ സെൽ 1ൽ നിന്നും, സോഴ്സ് 1ൽ നിന്നും ഡെസ്റ്റിനേഷൻ 1ലേക്ക് ഒരു പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻക്രീ ചെയ്യുന്ന കോസ്റ്റ് C11. അതുപോലെ സോഴ്സ് 1ൽ നിന്നും ഡെസ്റ്റിനേഷൻ 2ലേക്ക് ഒരു പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻക്രീ ചെയ്യുന്ന കോസ്റ്റ് C12. ദെൻ സോഴ്സ് 2ൽ നിന്നും ഡെസ്റ്റിനേഷൻ 1ലേക്ക് പ്രോഡക്റ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻക്രീ ചെയ്യുന്ന കോസ്റ്റ് C21. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. റെസ്പെക്റ്റീവായിട്ട് ഓരോ റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് നമുക്കങ്ങനെ മീൻ ചെയ്യാം. ദെൻ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഈ സപ്ലൈ, ഓക്കെ, സപ്ലൈ അല്ലെങ്കിൽ അവൈലബിലിറ്റി എന്ന് പറയാം, അവൈലബിൾ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ്. ദെൻ ഡിമാൻഡ്, എത്ര പ്രോഡക്ട്സ് നമുക്ക് ഡിമാൻഡ് വന്നു അല്ലെങ്കിൽ ആവശ്യമായിട്ട് വന്നു അല്ലെങ്കിൽ ഓർഡർ വന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നമുക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് മെട്രിക്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലും നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിലും ഈ പറയുന്ന കാര്യങ്ങളുണ്ടാവും: സോഴ്സ്, ഡെസ്റ്റിനേഷൻ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്.
ഓക്കെ, ഇങ്ങനെയുള്ള ടേബിളിലായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി അതിലൊരു കണ്ടീഷനും കൂടെയുണ്ട്, ടോട്ടൽ അവൈലബിൾ ഓർ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ റിക്വേർഡ് ഓർ ഡിമാൻഡ്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ആണെങ്കിൽ സപ്ലൈ ടോട്ടൽ സം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സം ഓഫ് ഡിമാൻഡിന് ഈക്വൽ ആയിരിക്കും. വിച്ച് മീൻസ് S1 + S2 + S3 + S4 ദാറ്റ് ഈസ് ഈക്വൽ ടു D1 + D2 + D3 + D4. ഓക്കെ, ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്ന ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ്. ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ സൊല്യൂഷൻസ് വിച്ച് സാറ്റിസ്ഫൈ ദ റിം റിക്വയർമെൻറ്റ്. റിം റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ഈ ഒരു ടേബിളിൽ നമ്മൾ അലോക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അലോക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ് സെല്ലിലും കൊടുത്തിരിക്കുന്ന കണ്ടോ ഈ ഒരു ബോക്സ്, ഇതിനെയാണ് നമ്മൾ അലോക്കേഷൻ ഓർ അലോക്കേറ്റഡ് സെൽസ് എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഞാനത് റിം റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ റിം റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ റോ നോക്കുക. ഈ റോയിൽ അലോക്കേഷൻസിൻ്റെ സം എടുക്കുക. അലോക്കേഷൻസ് എന്ന് പറയുന്നത് ഈ ചെറിയ ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ് അലോക്കേഷൻസ്. അതായത് 20 + 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 35. കറക്റ്റ് ആണല്ലോ. അതുപോലെ സെക്കൻഡ് റോയിൽ 10 + 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. സെയിം. ദെൻ ഇവിടെ 20 മാത്രമേ ഉള്ളൂ, 20 ആണ് സപ്ലൈ. ഇവിടെ 25 + 5 30. അതുപോലെ കോളം വൈസ് നോക്കുക. ഈ കോളം നോക്കുമ്പോൾ 20 ആണ് ഡിമാൻഡ്. സെക്കൻഡ് കോളം നോക്കുമ്പോൾ 20, അഗെയിൻ 20 ആണ് ഡിമാൻഡ്. 15 + 25 ആണ് തേർഡ് കോളം. അപ്പോൾ എത്രയായി? 40 ആയി. ഓക്കെ, സോ ഇങ്ങനെ സപ്ലൈയും അലോക്കേഷൻസും റോ വൈസ് നമ്മൾ നോക്കുമ്പോൾ സപ്ലൈയും ആ റോയിലുള്ള അലോക്കേഷൻസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കണം. അതുപോലെ കോളം വൈസ് നോക്കുമ്പോൾ ആ കോളത്തിലുള്ള അലോക്കേഷൻസിൻ്റെ സമ്മും അതിൻ്റെ ഡിമാൻഡും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ അതിന് എന്താ പറയുന്നത്? നമ്മൾ റിം റിക്വയർമെൻ്റ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ റിം റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് there are 3 methods. First one, north west corner rule. Second one, lowest cost entry method. Third one, Vogel's approximation method. ഈ 3 മെത്തേഡുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ്, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. So ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഗിവൺ ബിലോ ബൈ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ യൂസ് ചെയ്ത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ടേബിളിനെ അതുപോലെ തന്നെ സൊല്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇത് ഞാനിവിടെ സൊല്യൂഷനിൽ ക്വസ്റ്റിൽ തന്നിട്ടുള്ള പോലത്തെ ടേബിൾ തന്നെ അതുപോലെ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അത് നമ്മളൊരു ബേസിക് അസംഷനിൽ നമ്മൾ പറഞ്ഞ ഒരു ഫാക്ടറാണ് സപ്ലൈ ഷുഡ് ബി ഈക്വൽ ടു ഡിമാൻഡാണ് അല്ലേ? സപ്ലൈയും ഡിമാൻഡിൻ്റെയും ടോട്ടൽ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിള് ബാലൻസ്ഡ് ആണോ അതോ അൺബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യാം. ഓക്കെ, ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺബാലൻസ്ഡ് ആണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ബാലൻസ്ഡ് ആക്കണം. അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അൺബാലൻസ്ഡിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ബാലൻസ്ഡ് വൺ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് വേറെ ഒന്നുമല്ല, ഈ സപ്ലൈ എന്ത് ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യുക. 5 + 8 + 7 + 14 എത്രയാണെന്ന് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ഡിമാൻഡ് 7 + 9 + 18 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വാല്യൂ സെയിം ആണെന്ന് നോക്കുക.
രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 34 ആണ്. സോ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 34 ആണ്, ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 34 ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, അത് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അലോക്കേഷൻ നമ്മൾ തുടങ്ങേണ്ടുന്നത് ആദ്യത്തെ സെല്ലിൽ നിന്നായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിളിൽ ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ട അലോക്കേഷൻ ഈ ഫസ്റ്റ് സെല്ലിൽ നിന്നായിരിക്കും. എങ്ങനെ ഈ അലോക്കേഷൻ ചെയ്യേണ്ടത്? ഈ 2 അല്ലേ ഇവിടുത്തെ വാല്യൂ കോസ്റ്റ്. അപ്പോൾ ഈ 2ൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു ബോക്സ് ഇട്ട് കൊടുക്കും, അതായത് അലോക്കേഷൻ എന്നുള്ള മീനിങ് ആണ്. ഈ 2ൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ എത്രയാണ്? റോയുടെ 5 ആണ്. അതുപോലെ ആ 2 വരുന്ന കോളത്തിൻ്റെ ഡിമാൻഡ് എത്രയാണ്? 7. സോ സപ്ലൈ 5 ആണ്, 7 ആണ് ഡിമാൻഡ്. നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ളത് 5 ആണ്. പക്ഷേ നമുക്ക് എത്ര ആവശ്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഡിമാൻഡ് വന്നിട്ടുണ്ട്? 7 ഡിമാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അലോക്കേഷൻ നമുക്ക് എത്രയേ ചെയ്യാൻ പറ്റത്തുള്ളൂ? 5 മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? 5 കൊടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം 7 ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 5 മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. സോ 5 മാത്രമേ അലോക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കൺസിഡർ ചെയ്യാം? ഇതിനകത്ത് നമുക്ക് അലോക്കേഷൻ വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റോ നോക്കുക, കോളം നോക്കുക. വാല്യൂസ് ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ്. ഈ 7ഉം 5ലും ലോവസ്റ്റ് വാല്യൂ ഏതാണ്? 5. ആ ലോവസ്റ്റ് വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലി അകത്ത് അലോക്കേറ്റ് ചെയ്യുക. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ് നമ്മുടെ കയ്യിൽ സപ്ലൈ ചെയ്യാനുള്ളത്. നമുക്ക് ആവശ്യം എത്രയാണ്? 7 ആണ് ആവശ്യം. അപ്പോൾ 5 മാത്രമേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് ഇവിടെ പെൻഡിങ് 2 വരും. ഇതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ കറസ്പോണ്ടിങ് ഡിമാൻഡും അതിൻ്റെ സപ്ലൈ നോക്കുക. അതിൽ രണ്ടിലും ഏറ്റവും ചെറിയ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ആ 5ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനുള്ളിൽ അലോക്കേറ്റ് ചെയ്യുന്നു. 5 ഞാൻ അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ സപ്ലൈ 5 നമുക്കിനി വേറെ ഏതെങ്കിലും അഡീഷണൽ കൊടുക്കാനുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കാരണം നമ്മൾ ഈ ഒരു റോയെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രൈക്ക് ചെയ്യണം. സോ 5 ഉണ്ടായിരുന്ന 5 എന്ത് ചെയ്തു? ഇവിടെ അലോക്കേറ്റ് ചെയ്തു. ഇനി അവിടെ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ റോയെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇനി ഇവിടെ 7 അല്ലേ, നമ്മൾ എടുത്തത് എത്രയായിരുന്നു? 5 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ 7ൽ നിന്ന് 5 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ടാകും? ഇവിടെ 2. ഓക്കെ, ഇനി ഈ ചേഞ്ച് ചെയ്ത ഫിഗർ വേണം നമ്മൾ അടുത്ത കോളം നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേബിൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ഫസ്റ്റ് റോയെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, റിജക്റ്റ് ചെയ്താൽ കളഞ്ഞു, അല്ലെങ്കിൽ ഞാനിത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. O1 ഇല്ല, O2, O3, O4 ഉള്ളൂ. ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡാണ്. ഓക്കെ, സോ ഈ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് വരുന്ന സെല്ലിൽ ആദ്യം എന്ത് ചെയ്യുക? അലോക്കേഷൻ ചെയ്യുക. അതിനുശേഷമാണ് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റിനെ ആയിരിക്കും നമ്മൾ എപ്പോഴും ആദ്യം അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം യൂഷ്വലി ചെയ്യുന്നത് പോലെ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് സപ്ലൈ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിമാൻഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണ്, 34 കിട്ടിയിട്ടുണ്ട്. സോ അത് ബാലൻസ്ഡ് പ്രോബ്ലം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളതുപോലെ തന്നെ നമ്മൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ആ ടേബിൾ സെയിം ആയിട്ട് നമ്മൾ വരയ്ക്കുന്നു. ആ ടേബിളിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഞാനത് വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിലാദ്യം നോക്കേണ്ടത് ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്നുള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ഇവിടെ ലോവസ്റ്റ് കോസ്റ്റ് 1 ആണെങ്കിലും 1 തന്നെ വീണ്ടും വേറൊരു സെല്ലിൽ എന്തുണ്ട്? വാല്യൂ ഉണ്ട്. സോ 2 1 ആണ് നമുക്ക് ലോവസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. സോ അവിടെ നമുക്ക് എന്ത് വന്നു? ടൈ വന്നു. കൺഫ്യൂസ്ഡ് ആയി ഇതിൽ ഏത് 1 ആണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. സോ ഈ 1 ആണ് കൺസിഡർ ചെയ്യാൻ. നമുക്കിപ്പോൾ പറയുന്നത് നമുക്കിതിൽ ഏത് 1 വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഒന്നുകിൽ ഈ 1 എടുക്കുക, അല്ലെങ്കിൽ ഈ 1 എടുക്കുക. എന്നാലും കുറച്ചുകൂടി
ആക്യുറസി അല്ലെങ്കിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് നമ്പേഴ്സിൽ നമുക്ക് ടൈ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അലോക്കേഷൻ നോക്കുക. ഓക്കെ, മാക്സിമം അലോക്കേഷൻ ഏത് സെല്ലിനാണോ പോസിബിൾ ആ സെല്ല് എന്ത് ചെയ്യുക, ആദ്യം അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ലോവസ്റ്റ് സെല്ലെന്ന് പറയുന്നത് 1 ആണ്. ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ ഈ 1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അലോക്കേഷൻ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? ഇവിടെ കറസ്പോണ്ടിങ് റോയിൽ 14ഉം കറസ്പോണ്ടിങ് കോളത്തിൽ 7ഉം ആണ്. 7 നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. ഈ 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റോയിൽ 8ഉം കോളത്തിൽ 18ഉം ആണ്. 8 നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. സോ ഈ 1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 7 ആയിരിക്കും അലോക്കേഷൻ. ഈ 1 ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ അലോക്കേഷൻ 8 ചെയ്യാൻ പറ്റും. അപ്പോൾ 7നേക്കാളും ബെറ്റർ ഏതാണ്? 8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഈ 1നെ ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ലോജിക് എന്ന ഇപ്പം നിങ്ങൾ ലോവസ്റ്റ് കോസ്റ്റ് നോക്കുമ്പം അവിടെ ടൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം അലോക്കേഷൻ പോസിബിൾ ആയിട്ടുള്ള സെല്ല്, ആ ലോവസ്റ്റ് ടൈ വന്ന സെല്ലിൽ മാക്സിമം അലോക്കേഷൻ ഏത് സെല്ലിലാണോ പോസിബിൾ ആ സെല്ല് എന്ത് ചെയ്യുക, ആദ്യം അലോക്കേറ്റ് ചെയ്യുക. സോ ഇവിടുത്തെ 1 നോക്കുമ്പോൾ അലോക്കേഷൻ 7 ആണ്, ഇവിടുത്തെ 1 എടുക്കുമ്പോൾ അലോക്കേഷൻ 8 ആണ്. ദെയർഫോർ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അലോക്കേഷൻ പോസിബിൾ ഈ സെല്ലിലാണ്. അതുകൊണ്ട് ഈ സെല്ലായിരിക്കും നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. 8 അലോക്കേറ്റ് ചെയ്തു. ആ 8 പോയപ്പോൾ അവിടെ ബാലൻസ് ഒന്നുമില്ല. ആ റോയെ ഞാൻ കട്ട് ചെയ്തു. ദെൻ 18 - 8 ചെയ്തപ്പോൾ ബാലൻസ് 10. ഇനി ഈ സ്ട്രൈക്ക് ചെയ്ത പോർഷൻസ് പോയിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്യാത്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ടേബിളിൽ മോഡിഫൈഡ് ടേബിളിൽ നമ്മൾ വരയ്ക്കും. സോ ഇതാണ് മോഡിഫൈഡ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇതിനുള്ളിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാണോ അതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. സോ ഈ മോഡിഫൈഡ് ടേബിളിൽ ലോവസ്റ്റ് കോസ്റ്റ് ഇസ് 1. ഈ 1 എടുത്തു കഴിഞ്ഞാൽ അലോക്കേഷൻ നമുക്ക് 7 അലോക്കേറ്റ് ചെയ്യാം. സോ ഇവിടെ 14 - 7 റിമൈനിങ് 7 ആവും. സോ ഇതായിരിക്കും മോഡിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ടേബിൾ. സോ ഇനി കട്ട് ചെയ്യാത്ത പോർഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ടേബിൾ വരയ്ക്കുക. സോ ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിളിലെ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിന് ഏതാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? 2. ഈ 2ൽ അലോക്കേഷൻ എത്രയാണ് പറ്റുന്നത്? 7 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. സോ 10 - 7 ബാലൻസ് 3. സോ ഈ കട്ട് ചെയ്യാത്ത പോർഷൻസ് വെച്ച് മാത്രം ഞാൻ അടുത്ത മോഡിഫൈഡ് ടേബിൾ വരയ്ക്കുവാണ്. ഈ മോഡിഫൈഡ് ടേബിളിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ചെറിയ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 4 ആണ്. ബട്ട് ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ എഗെയിൻ വീണ്ടും എന്ത് ചെയ്തു, ടൈ വന്നു. ടൈ വരുമ്പോൾ നമ്മൾ ഓൾറെഡി എന്തായിരുന്നു പറഞ്ഞത്, മാക്സിമം പോസിബിൾ അലോക്കേഷനാണ് നോക്കേണ്ടത്. സോ ഈ 4 നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അലോക്കേഷൻ 7 ആയിരിക്കും നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ 4 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 3ഉം 5ഉം ആണ്. 3 ആയിരിക്കും അലോക്കേഷൻ പോസിബിൾ. സോ ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം അലോക്കേഷൻ ഏത് 4ലാണ് പറ്റുന്നത്? ഈ 4ലാണ്. ബിക്കോസ് നമുക്കിവിടെ 7 എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്യാം. ഈ 4 ആണെങ്കിൽ 3 മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഈ 4നെ നമ്മൾ എന്ത് ചെയ്യും, അലോക്കേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും. സോ 7 അലോക്കേറ്റ് ചെയ്തു. 9 - 7 2 ബാലൻസ് വന്നു. സോ ഇനി കട്ട് ചെയ്യാത്ത പോർഷൻസ് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു ടേബിളും കൂടെ വരയ്ക്കുവാണ്. സോ ഈ പുതിയ ടേബിളിൽ നമുക്ക് ലോവസ്റ്റ് കോസ്റ്റ് 7 and 4 മാത്രമേ ഉള്ളൂ. സോ അതിൽ ലോവസ്റ്റ് 1 എന്ന് പറയുന്നത് 4 ആണ്. സോ 4ൽ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്യുക. 3 and 5 ആണ്, 3 അലോക്കേറ്റ് ചെയ്യുക. സോ ബാലൻസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് 2 ആണ് വരുന്നത്, വീണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ സപ്ലൈയും ഡിമാൻഡ് ഈക്വലായി ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യിക്കുക, എഗെയിൻ നമ്മൾ നോർത്ത് വെസ്റ്റിൽ കണ്ടുപിടിച്ചതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. സോ ഞാൻ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 83 ഈസ് ദി ആൻസർ. ഇതാണ് നമ്മുടെ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡ്, അതായത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള തേർഡ് മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ 3 മെത്തേഡിലും ഏറ്റവും കൂടുതൽ ആക്യുറസി കൂടുതൽ എന്ന് അവകാശപ്പെടുന്നത് ഈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. ഓക്കെ, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ നമ്മൾ പെനാൽറ്റി കണ്ടുപിടിക്കണം. സോ
സോ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്മോളസ്റ്റ് കോസ്റ്റ് ആണ്. അത് ഓരോ കോളത്തിലും ഓരോ റോയിലും നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അത് നമ്മൾ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും നമ്മൾ എഴുതുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് പ്രോബ്ലം ആണിതിൽ. അപ്പോൾ ഞാൻ സ്പെസിഫിക്കലി അത് ഞാൻ ആഡ് ചെയ്ത് കാണിക്കുന്നില്ല, ബാലൻസ്ഡ് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെനാൽറ്റി കണ്ടുപിടിക്കാം. നോർത്ത് വെസ്റ്റും ലോവസ്റ്റ് കോസ്റ്റ്. നോർത്ത് വെസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെല്ലിലായിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മോഡിഫൈഡ് ടേബിൾ വരയ്ക്കുന്നതനുസരിച്ച് ആദ്യത്തെ സെല്ലിൽ നമ്മൾ അലോക്കേഷൻ ചെയ്ത് വരും. ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കോസ്റ്റിലായിരിക്കും നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്യുന്നത്. മോഡിഫൈഡ് ടേബിളിലും വീണ്ടും ചെറിയ കോസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പെനാൽറ്റീസ് ഓരോ റോയിലും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓരോ റോയിൽ മാത്രമല്ല ഓരോ കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം, പെനാൽറ്റി കണ്ടുപിടിക്കണം. പെനാൽറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഫസ്റ്റ് റോ നോക്കുക, ഇതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റോയിൽ ഏറ്റവും ചെറിയ നമ്പർ നോക്കുക. 274 ആണ് നമുക്ക് നമ്പേഴ്സ് ഉള്ളത്. അതിലേറ്റവും ചെറിയ നമ്പർ 2. ആ 2 കഴിഞ്ഞാൽ തൊട്ട് വലിയ നമ്പർ ഏതാണ്, 4. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പെനാൽറ്റി. സോ ഹിയർ 4 - 2 ആണ് ഇവിടുത്തെ പെനാൽറ്റി. 4 - 2 is 2. ആ പെനാൽറ്റി 2നെ നമ്മൾ വിത്തിൻ ബ്രാക്കറ്റ്സ് ആയിരിക്കും എഴുതുന്നത്. ദെൻ സെക്കൻഡ് റോ നോക്കുക, ഇവിടെ 331 ഏറ്റവും ലോവസ്റ്റ് 1. അതിനേക്കാൾ തൊട്ട് വലിയ നമ്പർ ഏതാണ്, 3. അടുത്ത നമ്പറും 3 ആണ്. സോ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. 3 - 1 2. ഇതുപോലെ ഈ വരുന്ന രണ്ട് റോസിനും കോളത്തിൽ നിന്നും കോളത്ത് വരുമ്പോൾ എങ്ങനെ വരും, ഏറ്റവും ലോവസ്റ്റ് 2, അത് കഴിഞ്ഞ് തൊട്ട് വലിയ നമ്പർ 2 അല്ല, ലോവസ്റ്റ് 1ഉം തൊട്ട് വലിയ നമ്പർ 2 ആണ്. 2 - 1 is 1. സോ ഇതുപോലെ നമ്മൾ ഇനി പറയുന്ന ഈ നമ്മൾ മാർക്ക് ചെയ്യാത്ത റോയ്ക്കും കോളത്തിനും കൂടെ പെനാൽറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പെനാൽറ്റീസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഹയസ്റ്റ് പെനാൽറ്റി ഏതാണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയും 1 ആണ്, 1 1 2 2. അപ്പോൾ 2 ആണ് ഹയസ്റ്റ് പെനാൽറ്റി. സോ ഒരു പെനാൽറ്റി അല്ല നമുക്ക് ഹയസ്റ്റ് ആയിട്ടുള്ളത്, വീണ്ടും ഒരു 2 കൂടെ ഉണ്ട്. അപ്പം ഈ പെനാൽറ്റീസിൽ നമുക്ക് എന്ത് വന്നു, ടൈ വന്നു അല്ലേ. അപ്പോൾ പെനാൽറ്റീസിൽ ടൈ വന്ന് നമുക്ക് കൺഫ്യൂഷൻ വന്നു ഏത് പെനാൽറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫസ്റ്റ് റോ ആണെങ്കിൽ ഈ പെനാൽറ്റി വരുന്ന ഫസ്റ്റ് റോ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ആ ഫസ്റ്റ് റോയിലെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ വേണമെങ്കിൽ എടുക്കാം, ലോവസ്റ്റ് കോസ്റ്റ്. അല്ലെങ്കിൽ ഇത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എന്നാൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കലി പറയുവാണെങ്കിൽ പെനാൽറ്റീസിൻ്റെ ഇടയിൽ ടൈ വന്നു കഴിഞ്ഞാൽ ആ പെനാൽറ്റീസിൻ്റെ റോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോളം നമ്മൾ നോക്കിയിട്ട് അതിൽ വരുന്ന ഏറ്റവും ലോവസ്റ്റ് നമ്പർ എടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ പെനാൽറ്റീസ് 2 2 ആണ് ഹയസ്റ്റ്. ആ രണ്ട് ഹയസ്റ്റ് പെനാൽറ്റി വന്നിരിക്കുന്ന 2 റോയിലാണ്. ഈ 2 റോയിലും ഏറ്റവും ചെറിയ നമ്പർ അത് 274331, ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഈ 1നെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ 1ലായിരിക്കും നമ്മുടെ അലോക്കേഷൻ. സോ 8 and 18 ആണ് പെനാൽറ്റി. ഒരിക്കലും എടുത്ത അലോക്കേഷനിൽ നിങ്ങൾ മാറിപ്പോകരുത്, അത് ശ്രദ്ധിച്ചോളുക. സപ്ലൈയും ഡിമാൻഡിലുള്ള വാല്യൂസ് വെച്ച് മാത്രം അലോക്കേഷൻ ചെയ്യുക. സോ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, 8 അലോക്കേറ്റ് ചെയ്തു. സോ ഇനി കട്ട് ചെയ്യാത്ത പോർഷൻസ് വെച്ച് അടുത്ത ടേബിൾ എന്ത് ചെയ്യുക, വരയ്ക്കാം. സോ അടുത്ത ടേബിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേബിളിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനാൽറ്റീസ് ഓരോ റോയ്ക്കും ഓരോ കോളത്തിനും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ ഫസ്റ്റ് റോയിൽ വരുമ്പോൾ 2 and 4, 4 - 2 is 2. ദെൻ ഇവിടെ വരുമ്പോഴോ 5 - 4 is 1. അതുപോലെ കോളം 2 - 1 is 1. അങ്ങനെ ഏറ്റവും ചെറിയ നമ്പറും അതിൻ്റെ തൊട്ടടുത്ത വലിയ നമ്പറും കൂടെ വെച്ചിട്ടുള്ള ഡിഫറൻസ് ഓരോ റോയിലും കണ്ടുപിടിക്കണം, ഓരോ കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ പെനാൽറ്റീസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. പെനാൽറ്റീസിൽ ഹയസ്റ്റ് പെനാൽറ്റി ഏതാണ് ഇവിടെ? ഇപ്പോൾ പെനാൽറ്റീസ് എന്ന് പറയുന്നത് 1 2 2 1 1 1 2 ആണ്. സോ ഹയസ്റ്റ് പെനാൽറ്റി 2 ആണ്. ഇവിടെ ഇപ്പോൾ 3 പെനാൽറ്റി ഹയസ്റ്റ് വന്നു, 2 2 2. അപ്പോൾ ഈ വരുന്ന 3 പെനാൽറ്റി, അതായത് ഈ ഒരു കോളം വരും, ഈ ഒരു കോളം വരും, ആൻഡ് ദെൻ ഈ പെനാൽറ്റിയുടെ ഈ ഒരു റോയും കൂടെ വരും. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കുക. അത് ഈ ഒരു റോ 274
പിന്നെ ഈ കോളം 746 472 ഇത്രയും നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാ 2 ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. സോ മാക്സിമം പോസിബിൾ അലോക്കേഷൻ ഈ 2 ആണെങ്കിൽ പോസിബിൾ അലോക്കേഷൻ എത്രയാണ് 10 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. ഈ 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 5ഉം 7ഉം ആണ് 5 അലോക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. സോ മാക്സിമം അലോക്കേഷൻ പോസിബിൾ ഈ 2ലാണ്. ദെയർഫോർ വിൽ സെലക്ട് ഈ 2നെ നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും. സോ ഇതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത പോർഷൻസ് വെച്ച് അടുത്ത ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. സോ അടുത്ത ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു ടേബിളാണ്. സോ ഈ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുവാണ് അടുത്ത പെനാൽറ്റീസ് കണ്ടുപിടിക്കുവാണ്. സോ ഇതിൽ ഹയസ്റ്റ് പെനാൽറ്റി എന്ന് പറയുന്നത് നമുക്ക് 5 ആണ്. 5 വന്നിട്ടുണ്ട്. സോ ഈ റോയും നോക്കുക ഈ റോയും നോക്കുക. 2 റോയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണ് ലോവസ്റ്റ് കോസ്റ്റ് 1 ആണ്. സോ 1ൽ നമുക്ക് എന്ത് ചെയ്യാം അലോക്കേറ്റ് ചെയ്യാം. 4 and 7 4 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ 4 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യാത്ത പോർഷൻസ് വെച്ചിട്ട് അടുത്ത് വീണ്ടും നമ്മൾ ടേബിൾ വരയ്ക്കുവാണ്. എഗെയിൻ ഈ ടേബിളിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു പെനാൽറ്റീസ് കണ്ടുപിടിക്കുന്നു. ഹയസ്റ്റ് പെനാൽറ്റി ഇവിടെ 5ലാണ്. സോ ഈ 5 വരുന്ന ഈ ഒരു റോയിൽ നമ്മുടെ ലോവസ്റ്റ് കോസ്റ്റ് നോക്കുക അവിടെ അലോക്കേറ്റ് ചെയ്യുക. സോ 2 ആണ് ഇവിടെ ലോവസ്റ്റ് കോസ്റ്റ്. 5 and 3 നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. കട്ട് ചെയ്യാത്ത പോർഷൻസ് വെച്ച് നമ്മൾ വീണ്ടും ടേബിൾ വരയ്ക്കുവാണ്. സോ ഇനി നമുക്ക് പെർട്ടിക്കുലറായിട്ടും അതിൻ്റെ 2 നമ്പേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെനാൽറ്റി പ്രത്യേകിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക ലോവസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കുക. ലോവസ്റ്റ് കോസ്റ്റ് അതിൽ അലോക്കേറ്റ് ചെയ്യാം. സോ ഇവിടെ 4 ആണ് ലോവസ്റ്റ് കോസ്റ്റ്. 7 നമുക്ക് അവിടെ അലോക്കേറ്റ് ചെയ്യാം. സോ നമ്മുടെ അലോക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ബാലൻസ് വന്നു. അത് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുവാണ്. ഇനി നമ്മൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. ഓൾറെഡി നോർത്ത് വെസ്റ്റിലും നമ്മുടെ ലോവസ്റ്റ് കോസ്റ്റിലൊക്കെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. സോ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇസ് 80. ഇത്രയും മെത്തേഡ്സാണ് 3 മെത്തേഡ്സാണ് മെയിനായിട്ട് നമ്മുടെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലോ എനിക്ക് ഇൻബോക്സ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.